ഗുരുവായൂർ കിഴക്കേ നടപ്പന്തലിലും ദേവസ്വം റോഡിലും ഒരുവിധ തെരുവ് കച്ചവടവും അനുവദിക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ തെരുവ് കച്ചവടത്തിന് നഗരസഭയും ദേവസ്വവും പോലീസും ഒത്താശ ചെയ്യുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. ക്ഷേത്ര പരിസരത്ത് അനധികൃതമായി വരുന്ന തെരുവോര കച്ചവടത്തിനെതിരെ ഞങ്ങൾ വളരെ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. അത് കേസ് ഇപ്പോൾ നിലവിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട തൊട്ട് മഞ്ജുളാൽ പരിസരം വരെ ദേവസ്വം റോഡുകളിലും നഗരസഭയുടെ റോഡുകളിലും ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ യാതൊരു തരത്തിലുള്ള നിഷ്കർഷയോ കാര്യങ്ങളോ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് ഞങ്ങൾ കക്ഷി ചേർന്നിട്ടുണ്ട്. അതുമായി ഞങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് പോകും. ജീവിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ലൈസൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവിടെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് ഇത് വലിയൊരു ഭീഷണിയാണ്. ഈ ഭീഷണിക്കെതിരെയാണ് ഞങ്ങൾ ശബ്ദമുയർത്തുന്നത്. ഇതിനുവേണ്ടി ഞങ്ങൾ എന്തായാലും പൊരുതം തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർ വാഹനം റോഡരികിൽ നിർത്തിയിട്ടാൽ പോലീസ് പിഴയടിക്കുമ്പോൾ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് വഴിയോര കച്ചവടം നടത്തുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. നാട്ടുകാർ വണ്ടി നിർത്തി കടയിൽ കയറി സാധനങ്ങൾ വാങ്ങി വരുമ്പോഴേക്കും പോലീസ് പിഴയടിച്ചു പോയിട്ടുണ്ടാകും. കിഴക്കേ നടയിൽ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നതിന് പോലെ തന്നെ കിഴക്കേ നടയിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ വ്യാപാരികൾ സാധനം വാങ്ങിക്കാൻ വരുന്ന കച്ചവടക്കാരേന് ഭക്തജനങ്ങളേന് വണ്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവായൂർ പോലീസ് പെറ്റി കേസ് അടിക്കുന്നത് വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. 500 രൂപ അതിൽ കൂടുതലാണ് ഇവർ പെറ്റി കേസ് അടിക്കുന്നത്. ഇത് പലതവണ ഈ കാര്യത്തിൽ ഗുരുവായൂർ പോലീസുമായിട്ട് ബന്ധപ്പെടുകയും ടെമ്പിൾ പോലീസുമായി ബന്ധപ്പെടുകയും ഞങ്ങൾ കത്ത് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള കുറച്ച് ദിവസം അത് ഇല്ലാതിരിക്കും. പിന്നെ വീണ്ടും ഇവർ ഈ പഴയ സ്ഥിതിയിൽ അവിടെ നിൽക്കുന്ന വണ്ടികളെ ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഇത് നിർത്തലാക്കണം എന്നാണ് കേരള വ്യാപാരി വ്യവസായ വ്യവസായി ഗുരുവായൂർ യൂണിറ്റിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ അവിടെ നിൽക്കുന്ന ഫുട്പാത്ത് കച്ചവടക്കാർക്ക് ഈ പോലീസ് തന്നെ എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതാണ്. അതാണ് ഇതിലൊരു വേറൊരു രസം. അതായത് വണ്ടികൾ നിൽക്കുമ്പോൾ യാതൊരു ചാർജ് ചെയ്യുകയും ഫുട്പാത്ത് കച്ചവടക്കാരെ ഒന്നും ചെയ്യാതിരിക്കുകയും റോഡിലൂടെ നടന്നു പോകാൻ ഭക്തജനങ്ങൾക്കും വ്യാപാരികൾക്കും അതിലൂടെ നടന്നു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഫുട്പാത്ത് കച്ചവടക്കാരുടെ അതിപ്രസരം ഗുരുവായൂർ ക്ഷേത്ര നടയെ വളരെ മോശമാക്കുന്നുണ്ട്. ഒന്നാമത് അത് എവിടെ നിന്നോ വന്ന ആൾക്കാർ എന്താണെന്നറിയില്ല, യാതൊരു അഡ്രസ്സും ഇല്ലാത്ത ആൾക്കാരാണ് ഇത്തരം കച്ചവടം ഗുരുവായൂർ ക്ഷേത്ര നഗരത്ത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വലിയൊരു ദോഷമാണ്. ഇത് വ്യാപാരികൾക്ക് വളരെ ദോഷം ചെയ്യുന്നുണ്ട്. ഇവരെ കർശനമായി ഇവരെ മാറ്റണമെന്നാണ് ഞങ്ങൾക്ക് ഈ ഇതിൽ പറയാനുള്ള വ്യാപാരികൾക്ക്. ഇത് വേണ്ട പോലെ ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി ഇതിൽ വേണ്ട പോലെ മുൻകൈ എടുക്കുന്നില്ലാത്തത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. പലതവണ മുനിസിപ്പൽ നഗരസഭാ സെക്രട്ടറി ഈ കാര്യത്തിൽ ഞങ്ങൾ തിരിച്ചിട്ടുള്ളതാണ്. ഇനിയാണ് ഞങ്ങൾ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം ഉണ്ടായത്. കോടതിയുടെ തീരുമാനത്തെ അടിസ്ഥാനമാക്കി ഇക്കാര്യത്തിൽ വീണ്ടും ഞങ്ങൾ ഇതൊരു അവസാനിപ്പിച്ച് അടങ്ങൂ എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തിൽ തന്നെയാണ്. എന്നാൽ ഓട്ടോറിക്ഷകൾ നിരത്തിയിട്ട് ഇവിടെ സർവീസ് നടത്തുകയും ചെയ്യുന്നു. ജീപ്പിലിരുന്ന വാഹനങ്ങളുടെ വീഡിയോ എടുത്താണ് കടയിലെത്തുന്ന വാഹനങ്ങൾക്ക് പിഴ അടിക്കുന്നത്. ഓട്ടോറിക്ഷക്കാർ അതേപോലെ തന്നെ കിഴക്കേ നടയിലെ അപ്സര ജംഗ്ഷന്റെ അവിടെ നടന്നു പോകാൻ പറ്റാത്ത നിലയിലാണ് ഓട്ടോറിക്ഷക്കാരുടെ അവിടെ നിന്നിട്ടുള്ള വണ്ടിയിലെ ആൾക്കാരെ കയറ്റുന്ന പരിപാടി. ഇതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. ഓട്ടോറിക്ഷക്കാർക്ക് അവരുടേതായ സ്ഥലം കൊടുത്തിട്ടുണ്ട്, പാർക്കിംഗ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അവർ വണ്ടി എടുത്ത് പോകേണ്ടതാണ്. അല്ലാതെ കിഴക്കേ നടയിൽ ജനങ്ങൾ പോകുന്ന സ്ഥലത്ത് വളരെ തിരക്കുള്ള ഈ വീതിയിൽ ഈ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് ആളെ വിളിച്ച് കയറ്റുന്നത് ശരിക്കും പറയാച്ചാൽ ഗുരുവായൂർ പോലീസിന് പറ്റാത്തൊരു കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ശരിക്കും ദേവസ്വത്തിനും പോലീസിനും ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അവർ മുൻകൈ എടുത്താൽ ഈ കാര്യം നിഷ്പ്രഭമായി തീർക്കാവുന്ന വിഷയമുള്ളൂ. ഈ കാര്യത്തിൽ ഗുരുവായൂർ ദേവസ്വവും ഗുരുവായൂർ പോലീസും നഗരസഭയും ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ നടപടി എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. വിധി വന്നിട്ടുള്ളതാണ്. കോടതിയുടെ വിധി പോലും വന്നിട്ടുള്ളതാണ്. ഫുട്പാത്ത് അവിടെ നിന്ന് എടുത്തു മാറ്റാൻ കോടതി വിധി വന്നിട്ട് പോലും ഇത് എടുത്തു മാറ്റുന്നില്ല എന്നുള്ളത് വളരെ തെറ്റായ പ്രവണതയാണ്. രാഷ്ട്രീയ സ്വാധീനം വെച്ചുകൊണ്ട് ഇത്തരം അനധികൃത കച്ചവടം ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഞങ്ങൾ അതിനെ ശക്തമായി പ്രതിഷേധിക്കുന്നെന്നും ഈ വിഷയത്തിൽ അറിയിക്കുന്നു. ഗുരുവായൂർ യൂണിറ്റിന്റെ 4ാം വാർഷിക പൊതുയോഗവും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പും 25-ന് ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച കാലത്ത് 9:30-ന് ഗുരുവായൂർ നഗരസഭ സെക്യുലർ ഹാളിൽ വെച്ച് നടക്കുന്ന യോഗത്തിൽ ഗുരുവായൂർ യൂണിറ്റ് പ്രസിഡന്റ് CD ഡെന്നിസ് അധ്യക്ഷത വഹിക്കും. ഗുരുവായൂർ നിയോജക മണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ 5 ലക്ഷം രൂപയുടെ ധനസഹായം ആശ്രിതർക്ക് കൈമാറും. നിയോജക മണ്ഡലം ജനറൽ കൺവീനർ ജോജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തും. പ്രസിഡന്റ് CT ഡെന്നിസ്, ജനറൽ സെക്രട്ടറി പുതൂർ രമേഷ് കുമാർ, ട്രഷറർ KT ജേക്കബ്,
യൂത്ത് വിംഗ് പ്രസിഡന്റ് കെ രമേശ്, വനിതാ വിംഗ് പ്രസിഡന്റ് വിജയലക്ഷ്മി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.